السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. ما شاء الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ദുആ നമ്മൾ തുടങ്ങിയായിരുന്നു. അതാണ് റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയ ഒരു വരി നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? എന്തൊക്കെ പഠിച്ചു? റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅ. അത്രേ പഠിക്കുന്നുള്ളൂ അല്ലേ? അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞ ഒരു ദുആയും പഠിച്ചു. റബ്ബി സിദ്നി ഇൽമൻ, റബ്ബി സിദ്നി ഇൽമൻ. അവിടെ ഒരു സംശയം ഉണ്ടാവും. എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ റബ്ബി എന്ന് പറഞ്ഞാൽ അവിടെ റബ്ബന എന്ന് പറയും അല്ലേ? അതെ അത് തന്നെ. ഇവിടെ ഏകവചനമാണ്. റബ്ബി എന്ന് പറഞ്ഞാൽ എന്റെ രക്ഷിതാവ് അല്ലേ? ഈ രക്ഷിതാവിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. റബ്ബി എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബന എന്നൊക്കെ പറഞ്ഞാലും വളരെ ഉപകാരപ്പെടുന്ന, നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് അർത്ഥങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റബ്ബന കൊണ്ട് പഠിക്കാനുണ്ട്. റബ്ബി എന്ന് പറഞ്ഞാൽ എൻ്റെ രക്ഷിതാവേന്നാ. റബ്ബന എന്ന് പറഞ്ഞാലോ ഞങ്ങളെ രക്ഷിതാവ്. ഈ രക്ഷിതാവ് എന്താണെന്ന് മനസ്സിലാക്കാം. പടിപടിയായി നമ്മളെ വളർത്തുന്നവനാണ്. എങ്ങനെ? ആ ഒരു പദം തന്നെ നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. റബ്ബി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ രക്ഷിതാവ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ഏതാ? പടിപടിയായി വളർത്തുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടിപ്പും മറ്റുള്ള സൃഷ്ടിപ്പുമായിട്ട് നോക്കേ. നമ്മുടെ ജനനവും മറ്റ് ജീവികളുടെ ജനനവുമായിട്ട് നോക്ക്. നമുക്ക് ഒരു ആട് പ്രസവിച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പാല് കൊടുക്കാനും അത് നടക്കാനൊക്കെ പഠിക്കും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യും? ഒന്ന് കരയാൻ മാത്രമേ ഉള്ളൂ. കരഞ്ഞില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് എന്ന് പറയത്തില്ല, കുട്ടി കരയുന്നില്ലെന്ന് പറയാം. അപ്പൊ ആ കുട്ടി കരച്ചിൽ മാത്രമുള്ള കുട്ടിയെ ഒരാളും അവന് നോക്കാനില്ലേ, അവിടെ കിടന്ന് മരിച്ചു പോത്തേ ഉള്ളൂ അല്ലേ? ആ കുട്ടിയെ എന്താക്കുന്നു? ഈ മലർന്നു കിടന്ന് കരയുന്ന കുട്ടി ഇത് തള്ള പാല് കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നു. ഈ കുട്ടിയുടെ അടുത്ത ചലനത്തിന് വലിയ ആകാംക്ഷയായിരിക്കും. എന്തുകൊണ്ട്? ഈ കുട്ടിയെ കമന്ന് വീണാൽ അന്ന് അവിടെ ചർച്ചയായിരിക്കും. മോന് കമന്ന് വീണ അല്ലെ മോള് കമന്ന് വീണെന്ന് പറയും അല്ലേ? ആ കുട്ടി കമന്ന് വീഴുന്ന കുട്ടി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാലോ അതും സംഭവമായി അല്ലേ? പിന്നെ നിന്ന് കഴിഞ്ഞാൽ അതും സംഭവമായി. പിന്നെ ഇച്ചിരി നടന്നു കഴിഞ്ഞാലോ ഇവിടുന്ന് അങ്ങ് ഓച്ചറ വരെ നടക്കണ്ട, ഇച്ചിരി നടന്നാൽ അപ്പോഴേക്ക് എന്തായി? സംഭവമായി. അപ്പൊ ഇത് ഇത്രയും ആകാംക്ഷയോടെ അള്ളാഹു താല നമ്മളെ വളർത്തുന്നെങ്കിൽ, ഏത് ആകാംക്ഷ കൊടുത്തുകൊണ്ട്, കാരുണ്യം കൊടുത്തുകൊണ്ട്, ഇത് അള്ളാഹുവിന്റെ ഒരു വലിയൊരു ദൃഷ്ടാന്തമാണ് അല്ലേ? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും സ്വന്തം മനുഷ്യന്റെ ശരീരത്തിനെ കുറിച്ച്, സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിച്ചാൽ അവൻ അള്ളാഹുലേക്ക് എത്തും, സ്വാഭാവികമായെത്തും. ഇതൊന്നും ചിന്തിക്കാനും പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഇബ്ലീസ് നമുക്ക് ചെയ്യുന്ന പണി എന്താ? ഇതിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠത്തിലേക്ക്. ഒരു കാര്യം മറന്നുപോയി, മുട്ടുകാലിൽ എഴുന്നതിന് ശേഷം എണീക്കത്തുള്ളൂ. അത് തന്നെ. അല്ല, സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് കറക്റ്റ് ആണ്. അത് തന്നെ. ഓരോ നമ്മളിന്ന് സൂചന തന്നേ ഉള്ളൂ. ഇതൊന്നും വലിയ ക്ലാസ് അല്ലല്ലോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ പഠിച്ചവൻ പറക്കത്തേക്ക്. അപ്പൊ നമ്മൾ റബ്ബി എന്ന് റബ്ബന എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും എന്ത് ചെയ്യണം? റബ്ബി സിദ്നി ഇൽമാ അല്ലേ? ബഹുവചനം ആവുമ്പോൾ റബ്ബി സിദ്നാ ഇൽമാ എന്ന് പറയും. റബ്ബി സിദ്നാ ഇവിടെ റബ്ബി സിദ്നി ഇൽമാ എന്നാണ് അല്ലേ? അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് ഈ ചാർട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ തൂക്കിയിട്ടാൽ എന്താവും? ഇതേപോലെ 100 കണക്കിന് ചാർട്ടുകളുണ്ട്. ഇത് 36ാമത്തെ ചാർട്ടാണ്. ഇങ്ങനെ ചാർട്ടുകൾ ഇട്ടാൽ നമ്മുടെ കുട്ടികൾ എന്താവും? ഒറ്റക്ഷരവും പഠിക്കും, കൂട്ടക്ഷരവും പഠിക്കും അല്ലെ? എല്ലാം അക്ഷരങ്ങൾ പഠിക്കും. കാരണം ഈ അക്ഷരങ്ങൾ മറക്കരുത്. അതാണ് നമുക്കിത്. കാരണം മദ്രസയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിക്ക് അക്ഷരമായിട്ടൊന്നും ബന്ധമില്ല. പിന്നെ ചിലപ്പോൾ അടുത്ത ആഴ്ച ആയിരിക്കും വരുന്നത്. അത്രയും പോവാൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വായിക്കാനുള്ളത് എന്താണ്? റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅ. ഇനി അടുത്ത പറയാൻ പോകുന്നത് എന്താണ്? നോക്കിക്കോ. നോക്ക്, ഇങ്ങോട്ട് നോക്കൂ. ഇതെന്താണ്? ആത്തി. അലിഫിന് എന്താ ഹർക്കത്ത്? അലിഫിന് ഫതഹ്. ഫതഹിന് കേട്ടാൽ എന്ത് വേണം? ചെറിയ അലിഫ് അല്ല, വലിയ അലിഫാണ് വേണ്ടത്. പക്ഷേ വലിയൊരു അലിഫിന്റെ കൂടെ വീണ്ടും ഒരു അലിഫ് കൂടെ യോജിക്കുമോ? അതുകൊണ്ടാണ് ചെറിയ അലിഫ്. അര അലിഫിനെ കൊടുത്തു. അല്ല, ആത്തി. മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോഴെന്തൊക്കെ അതിന്റെ അടിസ്ഥാനമായിട്ട് ആത്തിന. ഇവിടെ അലിഫ് മുഴുവനായിട്ട് കൊടുത്തു. ആത്തിന. അടുത്ത എന്താണ്? ആത്തിന ഹസനത്തൻ. നോക്കിക്കോ. ഹ സ ഹസനത്തൻ. ഹസനത്തൻ മറ്റേ താഴെ എഴുതാറില്ല, ഈ താഴെ ഉപയോഗിക്കും. മനസ്സിലായില്ല? ഈ താഴെ എഴുതുവോ? ഇല്ല. ഈ രണ്ടും ഒന്ന് തന്നെ. പക്ഷെ അതെ, അത് ഈ പദത്തിൽ ഹസനത്തൻ എന്തായി?
ഈ ഈ തായും വരും. തായും പക്ഷെ വരും. ഇവിടെ ഇത് ഹസനത്ത് എന്ന നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ കാണിച്ചില്ല. ആത്തിന ഹസനത്തൻ. ഫായിന് എത്ര പുള്ളിയുണ്ട്? ഒരു പുള്ളി. ഒരു പുള്ളിയും കൂടെ വന്നാൽ എന്തായി മാറി? കണ്ട, ചുണ്ടുകൊണ്ട് പറയുന്ന ഒരു അക്ഷരം തൊണ്ടയുടെ അങ്ങേ, അതായത് നാവ് അണ്ണാക്കിന്ന് വരുന്നു അല്ലെ, നാവിന്റെ മുരടിയിൽ നിന്ന് വരുന്നു. അല്ല, ഒരു പുള്ളി ഉണ്ടെങ്കിൽ ഫ എന്ന് പറയും. കെസറിനെ നീട്ടാൻ ഫി. അതെ, തൊണ്ടയുടെ നടുക്കുന്നത് പരിശീലിക്കണം. ഹയ 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 തി ഹയാത്തിന ഫി ഹയാത്തിന. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചെന്താണ്? റബ്ബനാ സിദ്ന ഇൽമൻ നാഫിഅ ആതിനാ ഹസനതൻ ഫി ഹയാത്തിനാ ഫി ഹയാത്തിനാ. നോക്കിക്കോ, ഇത് നമ്മൾ കൂട്ടക്ഷരം എഴുതാൻ പോതാ. ആ തിന, താഉം നൂനുന. ആതിന ഹസനതൻ ഹസനതൻ ആതിന ഹസനതൻ ഫി. ഫാഉം യാ കൂടെ ചേർത്ത് ഫീ. യാ ഇനി ചിലപ്പോൾ പുള്ളി കാണും, പുള്ളി കാണത്തില്ല. ഫീ ഹയ ഹയാത്തിന തിന ഹയാത്തിന ആതിന ഹസനതൻ ഫി ഹയാത്തിന. കണ്ടോ? അപ്പൊ രണ്ടുപേരും നമ്മൾ ചേർത്തത് പാടി വെക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും റബ്ബനാ സിദ്ന ഇൽമൻ നാഫിഅ ആതിനാ ഹസനതൻ ഫി ഹയാത്തിനാ. ഫി ഹയാത്തിന പറഞ്ഞെന്താണ്? ആതിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നൽകണേ. എന്ത് നൽകണം? നന്മകൾ. നന്മകൾ ഹസനത്ത് അല്ലെ, ഒരുപാട് നന്മകളാണ്. ഫി ഹയാത്തിന, ഞങ്ങളുടെ ജീവിതത്തിൽ. ഇവിടെ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ. കണ്ടോ അല്ലെ? മനസ്സിലായില്ല? അപ്പൊ രണ്ടുപേരെയും കൂടെ ചേർത്ത് പറയണം. റബ്ബനാ സിദ്ന ഇൽമൻ നാഫിഅ ആതിനാ ഹസനതൻ ഫി ഹയാത്തിന ഫി ഹയാത്തിന. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയ ഒരു പാട്ട് ഓർമ്മയുണ്ടോ? എന്താ പാടിയത്? ചാർട്ടിലുള്ള ഇതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇന്നത്തെ പാഠത്തിലുണ്ട്. കുട്ടികൾക്കുണ്ട്. ആദം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്ന പാട്ട്. അല്ലാഹു പടച്ചു ആദമിനെ, അബുൽ ബശറാം ആദമിനെ കളിമണ്ണാലെ സൃഷ്ടിച്ചു, പേരുകളെല്ലാം പഠിപ്പിച്ചു. ആദം നബിക്ക് ആദരവായി മലക്കുകൾ അന്ന് സുജൂദിലുമായി. ബിലീസ് അന്ന് പുറത്തായി, ശാപം കിട്ടിയ ആളായി. ആദം നബിക്ക് ഇണയായി, ഹവ്വാ ബീബി തുണയായി. മക്കളവർക്ക് ഉണ്ടായി, മനുഷ്യലോകം വലുതായി. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ തുടങ്ങിയതാണ് പഠനം. അത് മനസ്സിലാക്കണം. എന്തുവാ? ആദം നബി ഇസ്ലാമിനെ അല്ലാഹു തആല എന്താക്കി? സകല കലാവല്ലഭനാക്കി. എന്ന് പറഞ്ഞാൽ എല്ലാ അറിവുകളും കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്? ഒരു മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് മലക്കുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു? ആദം നബി ഇസ്ലാം അതിന്റെ ബഹുമാനത്തിന്റെ സൂചനയായിട്ട് എന്ത് കൊടുക്കും? സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അല്ല, മലക്കുകൾ ആദം നബിക്ക് ചെയ്യേണ്ടത്. പക്ഷെ അതിലൊരാൾ മാറിയിരുന്നു. ആരാണത്? അതാ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കത്തില്ലെന്ന് ആദ്യമേ കാണിപ്പിച്ച ആരാ? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കത്തില്ല. ഇന്നത്തെ നമ്മുടെ ഒരു പുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? പ്രധാനപ്പെട്ട വിഷയം വിജയം അദബിലൂടെ. വിജയം അദബിലൂടെ. വിജയം എന്താണ്? അദബിലൂടെ. ഇന്നത്തെ ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്താ? വിജയം അതാണ്. ഇന്നത്തെ മക്കൾ ബുദ്ധിയിലും അറിവിലും അറിവ് നേടുന്നതിലെല്ലാം മുന്നിലാണ്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ കുറവുള്ളൂ, അദബില്. അതുകൊണ്ട് അവര് A+ ഒരുപാട് വായിക്കും. ഈ അദബില്ലാത്ത കൊണ്ട് ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. എന്തില്ല? ജീവിതത്തിൽ വിജയിക്കണം. എന്ത് വേണം? അദബ് വേണം. അദബുകേട് ആദ്യമേ കാണിച്ച ആരാ? ഇബ്ലീസാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഇപ്പൊ ചെറുപ്പത്തിലെ കൊടുക്കേണ്ട എന്താണ്? ആദരവാണ്, ബഹുമാനമാണ്. അതായത് സ്വന്തം ഉമ്മമാര് തന്നെ വാപ്പായെ ബഹുമാനിക്കാൻ പറഞ്ഞു കൊടുക്കണം. ഉമ്മയെ ബഹുമാനിക്കാൻ വാപ്പായും പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അതേപോലെ ഉസ്താദന്മാര്. അതുകൊണ്ടാ പറഞ്ഞത്, ഒരു പാട്ടിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മാതാപിതാക്കൾ ആരാണ്? പോറ്റി വളർത്തിയതവരാണ്. ഗുരുനാഥന്മാരാരാണ്? വിദ്യ തരുന്നത് അവരാണ്. മൂത്തവർ വാക്കുകൾ എന്താണ്? മൂത്തുപഴുത്ത കനിയാണ്. ബഹുമാനിക്കുക നാം അവരെ, ബഹുകേമന്മാരായിടുവാൻ. അഥവാ പഠിപ്പിക്കുക അത് പാട്ടിലൂടെ. അല്ലാഹു തആല നമ്മുടെയൊക്കെ സന്താനങ്ങളെ ഇരുലോകത്ത് ഉപകരിക്കുന്ന സാലിഹീങ്ങളായ മക്കളെ അല്ലാഹു തആല വളർത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.